അല്പം അതിശയോക്തിയുള്ളതാണെങ്കിലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പൂട്ടിച്ച ഒരു ഹോട്ടലിനെ കുറിച്ചുള്ള ഒരു തമാശ. അവിടുത്തെ തൊഴിലാളികൾക്ക് സാധാരണഗതിയിൽ അവധി നൽകാറില്ല. ഇങ്ങനെ 6 മാസം ഇരിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഹോട്ടൽ പൂട്ടിക്കാറുണ്ട്. 6-7 ദിവസം ആ സമയത്ത് അവധി കിട്ടും. ഇതാണ് ഇവർക്ക് അവധിയായി നൽകുന്നതെന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കടത്തി ആളുകൾ പറയുന്ന ഒരു തമാശയാവും. പക്ഷേ ഏകദേശം അങ്ങനെയാണ് അവസ്ഥ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ പല ഹോട്ടലുകളിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വിവാദമുണ്ടാകുമ്പോൾ പരിശോധന നടത്തുകയും പൂട്ടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരാഴ്ചക്കുള്ളിലോ 10 ദിവസത്തിനുള്ളിലോ ഒക്കെ ആ ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അവസ്ഥയാണ് കാണുന്നത്. കാരണം ഏതെങ്കിലും കേസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം ഒരിക്കലും ഉണ്ടാകുന്നില്ല. 1503 കേസുകളാണ് ഇപ്പോൾ RDOയ്ക്ക് മുന്നിലും വിവിധ മജിസ്ട്രേറ്റ് കോടതികളിലും കെട്ടിക്കിടക്കുന്നത്. ഈ കേസുകളിലൊന്നും തീർപ്പായിട്ടില്ല. അങ്ങനെ കേസുകൾ തീർപ്പാകാത്തത് ചിലപ്പോൾ ഹോട്ടലുകാരനും ന്യായമായ അവകാശങ്ങളുണ്ട്. തീർപ്പാകാതെ ഇരിക്കുന്ന കാലത്തോളം ഹോട്ടൽ അടച്ചിടാനാവില്ല. ഹോട്ടൽ സ്വാഭാവികമായും തുറന്നു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ചെയ്തവരായെങ്കിലും വീണ്ടും അവർക്ക് അത്തരത്തിലുള്ള ഭക്ഷണം വിൽക്കാനും മായം കലർന്ന ഭക്ഷണം വിൽക്കാനും വൃത്തിഹീനമായ അന്തരീക്ഷം തുടരാനും ഒക്കെ അവസരം ഉണ്ടാവുകയാണ്. പലതവണ നേരത്തെ ശുപാർശയുള്ളതാണ് അതിവേഗ കോടതികൾ സ്ഥാപിക്കണം എന്നത് സംബന്ധിച്ച്. പക്ഷേ സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ആ ഒരു റിപ്പോർട്ട് കാണാം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 16,503 സാമ്പിളുകളാണ് ലാബ് പരിശോധന നടത്തിയത്. 571 സാമ്പിളുകൾ സുരക്ഷിതമല്ലാത്തവയായും 276 ഗുണമേന്മയില്ലാത്തതായും ഫലം ലഭിച്ചു. കുറ്റക്കാർക്കെതിരെ 368 അഡ്ജുഡിക്കേഷൻ കേസുകളും 354 പ്രോസിക്യൂഷൻ കേസുകളും ഫയൽ ചെയ്തു. ആവശ്യത്തിന് അക്രഡിറ്റഡ് ലാബുകളില്ലാത്തതും ജീവനക്കാരുടെ കുറവുമെല്ലാം വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. മറ്റ് കേസുകളുടെ കൂട്ടത്തിലാണ് കോടതികൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളും പരിഗണിക്കുന്നത്. ഇത് ഏറെ കാലതാമസം ഉണ്ടാക്കുന്നതായും പ്രത്യേക കോടതികൾ സ്ഥാപിച്ചാൽ കേസുകൾ വേഗത്തിൽ തീർക്കാനാകുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പലതവണ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഒരു കോടതിയെങ്കിലും സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. എളുപ്പത്തിൽ കേസസ് എല്ലാം ഫാസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിൽ ഒരു കോൺഫിഡൻസും വരും. ഈ കേസസ് ഇങ്ങനെ ലാഗ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. ഒത്തിരി കേസസ് ഇങ്ങനെ പൈലപ്പ് ചെയ്യുക. സോ അത് കാരണം ജഡ്ജസിന്റെ സ്ട്രെങ്ത് അങ്ങനെ കൂടിയിട്ടില്ല. സോ ഒരു പെൻഡൻസി അല്ലെങ്കിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട്. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചാൽ 5 ലക്ഷം രൂപ വരെ പിഴയും 6 മാസം വരെ തടവുമാണ് ശിക്ഷ. ഭക്ഷണം കഴിച്ചാൽ മരിച്ചതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. നിയമം കൂടുതൽ കർശനമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.